നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് നോക്കിയാൽ മേടത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, ധനുവിൽ കുജൻ, ബുധൻ, ശുക്രൻ, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നു. ഫെബ്രുവരി 5 ബുധൻ മകരത്തിലേക്കും ഫെബ്രുവരി 20 ബുധൻ കുംഭം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധനലാഭം, കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ഥാനമാനങ്ങളും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ്. കർമ്മരംഗത്ത് ചില ടെൻഷൻസ് ഉണ്ടാകാമെങ്കിലും വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാണ്. ബന്ധു സമാഗമം പ്രതീക്ഷിക്കാം. നല്ല ആരോഗ്യവും രോഗശമനവും പ്രതീക്ഷിക്കാം. പുതിയ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ദൂരദേശ യാത്രകളും ചില യാത്രാക്ലേശങ്ങളും പുതിയ സ്ഥാനമാന ലാഭങ്ങളും ശത്രുക്കൾ നിഷ്പ്രഭരാകാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനാകും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അപവാദങ്ങൾ കേൾക്കേണ്ടതായി വന്നേക്കാം. ബുധനാഴ്ച ദിവസങ്ങൾ അത്ര ഗുണകരമാവില്ല. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരാനും സാധ്യതയുണ്ട്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ, ജോലിക്കാര്യങ്ങൾ, വിദേശയാത്ര എന്നിവ സാധിച്ചെടുക്കാനാകും. ടെൻഷൻസ് ഉണ്ടാകാമെങ്കിലും അനുകൂലമായ തുടക്കങ്ങൾ കാഴ്ചവെക്കാനാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, കുടുംബത്തെ സന്തോഷത്തോടെ മുന്നോട്ടു പോകാനും ആകും. ഒരു ആശുപത്രി വാസത്തിനും സാധ്യത കാണുന്നുണ്ട്. സ്ത്രീകൾ മുഖാന്തരം ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ചിലർക്ക് നിത്യവൃത്തിക്ക് വരെ തടസ്സങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. സർപ്പപൂജ, ശിവനധാര, ഭദ്രേങ്കൽ സഹസ്രനാമ അർച്ചന, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ധനനേട്ടം, ബന്ധു സമാഗമം, അധികാരികളിൽ നിന്നും അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതുമാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും. പുതിയതായി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനാകും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ധനനേട്ടങ്ങൾക്കും ശത്രു പരാജയങ്ങൾക്കും സാധ്യതയുണ്ട്. അങ്ങനെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും. വീട് വിട്ട് മാറി താമസിക്കാനും ബന്ധുവിരഹങ്ങൾക്കും അനാവശ്യമായ ധനച്ചിലവുകൾക്കും ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവ ലഭിക്കാനായി തുടക്കം കുറിക്കാനാകും. അമ്മയ്ക്ക് വേണ്ടി ധനച്ചിലവുകൾ വന്നു പെട്ടേക്കാം. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. സ്ഥാനഭ്രംശം, അസുഖങ്ങൾ, കടം വർദ്ധിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. കേസുകൾ വന്നു പെട്ടേക്കാം. ഉഷ്ണ സംബന്ധമായ രോഗങ്ങളോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ അലട്ടാം. സന്താനങ്ങൾ മുഖേനയും മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ദമ്പതി സൗഖ്യം കുറയാം. ഗണപതിക്ക് നാളികേരം ഒഴിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക്, മാല എന്നിവ സമർപ്പിക്കുകയും ഓം നമഃശിവായ 108 ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂർ. മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാഴ്ചവെക്കാനാകും. ധനനേട്ടങ്ങൾ, സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും ദുഃഖശമനം, സുഖപ്രാപ്തി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ കാര്യത്തിലും ഗുണപ്രദവുമായിരിക്കും. എന്നാൽ മേലധികാരികളിൽ നിന്നും ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അധികാരികളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കളുമായി ചില വഴക്കുകൾ ഉണ്ടാകാനും അനാവശ്യ ധനച്ചിലവുകൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം, കാര്യതടസ്സങ്ങൾ, ധനനഷ്ടം, ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ചില അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട്. ഗവൺമെന്റിൽ അടയ്ക്കേണ്ട തുക കൃത്യമായി അടച്ച് അവയുടെ രേഖകൾ കൈവശം സൂക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിഴ അടയ്ക്കേണ്ടതായി വരും.
പലവിധ രോഗങ്ങളും അലട്ടാനിടയുണ്ട്. നിത്യവൃത്തിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. സ്ത്രീകൾ മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും അപമാനിതരാകാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും ആവും. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും. പങ്കാളിയുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതി ഹോമം, ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും സർപ്പപൂജ, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടുംപായസം എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. കർക്കിടകക്കൂറ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധനലാഭം, വീട്, വസ്തു, വാഹനം എന്നിവ സ്വന്തമാക്കാനും പലവിധ ഉയർച്ചകൾ വന്നു ചേരാനും സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും പലവിധ ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. കുടുംബത്തുള്ളവരും സ്നേഹിതരുമായി നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പങ്കാളിക്കും സന്താനങ്ങൾക്കും ചില രോഗാരിഷ്ടതകൾ ഉണ്ടായേക്കാം. ശത്രുക്കളുമായി വഴക്കുകൾ ഉണ്ടാക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. സന്താനങ്ങൾ കാരണം ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിത്യവൃത്തിക്കും ചില ക്ലേശങ്ങൾ ഉണ്ടായേക്കാം. സ്ത്രീകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഒരു ഈശ്വരാധീന കുറവ് എല്ലായിടത്തും പ്രകടമാകും. ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതമായി മാറാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ദമ്പതി സൗഖ്യം കുറയാം. കടം വർദ്ധിക്കാൻ ഇടയുണ്ട്. നേത്ര സംബന്ധമായതും ഉദര സംബന്ധമായതും ഉഷ്ണ സംബന്ധമായതുമായ രോഗങ്ങൾ അലട്ടാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് ധാര, ദേവിക്ക് ഉടയാട, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുകയും ഓം നമഃശിവായ 108 ജപിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഫെബ്രുവരി മാസത്തിലെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. സന്തോഷം, സർവകാര്യ വിജയം, ശത്രുനാശം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, രോഗശമനം, മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കാനും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനനേട്ടം, ഭാഗ്യാനുകൂല്യങ്ങൾ വർദ്ധിച്ചു വരുന്നതുമായും കാണാം. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും വീട്, വസ്തു, വാഹനം എന്നിവ ലഭിക്കാനും ഇടയുണ്ട്. ദൈവാധീനം വർദ്ധിച്ചു നിൽക്കുന്ന കാലഘട്ടമാണ്. അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ നല്ല അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. എല്ലായിടത്തും സർവകാര്യ വിജയം, ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്നിവ പ്രകടമാകും. കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ അനുഭവത്തിൽ വരുന്നതാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, കുടുംബ സൗഖ്യം, സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ്. ദമ്പതി സൗഖ്യം കുറയാം. എന്നാൽ ഈ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സുഹൃത്തുക്കളുമായും കുടുംബത്തുള്ളവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്തുള്ളവർക്ക് ചില രോഗാരിഷ്ടതകൾ വന്നുപെട്ടേക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുമിത്രാദികളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശത്രുക്ലേശങ്ങൾ ഉണ്ടാകാനും മനപ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ രോഗങ്ങൾ അലട്ടാം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനം, ഗണപതിക്ക് കറുകമാല, മഹാദേവന് ധാര, ഓം നമഃശിവായ 108 ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂർ. ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. സന്തോഷം, സർവകാര്യ വിജയം, ശത്രുനാശം, ധനനേട്ടം, ലോക ബഹുമാനം, മനസമാധാനം എന്നിവ പ്രതീക്ഷിക്കാം. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സ്ഥാനഭ്രംശം, പുതിയ വീട് വാങ്ങുന്നതിനും വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും ഒരു തുടക്കം കുറിക്കാനാകും. അമ്മയിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. സന്താനങ്ങൾ മൂലവും സന്തോഷങ്ങൾക്ക് ഇടയാകും. കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾക്കും മനസമാധാനം എന്നീ നല്ല ഫലങ്ങൾ കാഴ്ചവെക്കാനാകും. പ്രത്യേകിച്ച് വെള്ളി, ശനി ദിവസങ്ങൾ ശുഭപ്രദമാണ്.
ആദ്യ പകുതിയിൽ ചില മനക്ലേശങ്ങൾ ഉണ്ടാകാനും സുഹൃത്തുക്കളുമായും കുടുംബത്തുള്ളവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ പണത്തിന് ഞെരുക്കം അനുഭവപ്പെടാനും ഇടയുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങൾ അത്ര ഗുണകരമാകണമെന്നില്ല. ഒരു ഈശ്വരാധീന കുറവ് അനുഭവപ്പെടുന്നതാണ്. മേലധികാരികളുമായി യോജിച്ചു പോകാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അധിക ധനച്ചിലവുകൾ വന്നുപെടാനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നതുമാണ്. സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വരും. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർപ്പപൂജ, ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും ദേവിക്ക് കടുംപായസം, മഹാവിഷ്ണുവിന് സഹസ്രനാമാർച്ചന എന്നിവ സമർപ്പിക്കുക. നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതാണ്. തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധനനേട്ടം, കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ്. അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. മാസത്തിന്റെ 10-ാം തീയതിക്ക് ശേഷം സർവകാര്യ വിജയം, സുഖം, സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാനും അനുയോജ്യമായവ തന്നെ നടന്നു കിട്ടാനും സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. സർക്കാർ സംബന്ധമായ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ശുഭകരമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കൾ മൂലമോ സന്താനങ്ങൾ മൂലമോ ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. പണത്തിന് ഞെരുക്കം അനുഭവപ്പെടാനും സ്ഥാനഭ്രംശം, രക്തസംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങൾ അത്ര ശുഭകരമാകണമെന്നില്ല. കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിത്യവൃത്തിക്കും ചില ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തുള്ളവരുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട്. ദമ്പതി സൗഖ്യം ഉണ്ടാകും. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ വന്നുപെട്ടേക്കാം. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ദേവിക്ക് കടുംപായസം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂർ വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ പകുതിയായിരിക്കും 2-ാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. സർവാഭീഷ്ട ലാഭം, ശത്രുപരാജയം, ധനലാഭം, രോഗമുക്തി എന്നീ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. സർവകാര്യ വിജയം, ശത്രുനാശം, സ്വന്തമായി ഒരു ജോലിക്കായി നല്ല അനുകൂല നീക്കം ഉണ്ടാകാനും ഇടയുണ്ട്. ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. അമ്മയിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, നല്ല ആരോഗ്യം, പലവിധത്തിലുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. 2-ാം പകുതിയിൽ ഒരു സ്ഥാനപരിവർത്തനം, ബന്ധുവിന്റെ വിയോഗത്തിനും നിത്യവൃത്തിക്കായി ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സ്ത്രീകളെ കൊണ്ട് ചില ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. കടുത്ത വാക്കുകൾ മൂലം മനപ്രയാസങ്ങൾക്കും ഇടയാകും. സ്വർണം, ധനം, വിലപിടിപ്പുള്ള രേഖകൾ എന്നിവ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗൃഹത്തിലൊരു മ്ലാനത അനുഭവപ്പെട്ടേക്കാം. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. സർപ്പപൂജ, സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക്, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ 2-ാം പകുതിയായിരിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ധനനേട്ടം, സ്ഥാനമാന ലാഭം, രോഗമുക്തി, ശത്രുപരാജയം, സുഹൃത്തുക്കൾ മൂലം പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. തനിക്ക് അനുകൂലമായ സ്വജനങ്ങളുമായുള്ള സഹകരണങ്ങളിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. എന്നാൽ 1-ാം പകുതിയിൽ മനക്ലേശങ്ങൾ ഉണ്ടാകാനും ധനനഷ്ടം, ചതിവ് പറ്റുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഒരു ബന്ധുവിന്റെ വിയോഗത്തിനും കുടുംബത്തുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്.
കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാം. ചൊവ്വാഴ്ച ദിവസങ്ങൾ അത്ര ശുഭകരമാകണമെന്നില്ല. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട് വിട്ട് മാറി താമസിക്കുന്നതിനും ധനച്ചിലവുകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. നാൽക്കാലികളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിലെ ക്ഷീണം, നേത്ര രോഗങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം, ദേവിക്ക് കടുംപായസം സമർപ്പിച്ചും മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, സർപ്പപൂജ എന്നിവ അത്യന്താപേക്ഷിതമാണ്. മകരക്കൂർ, ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധനനേട്ടം, സുഖം, വീട് മാറി താമസിക്കുന്നതിനും അമ്മയ്ക്ക് വേണ്ടി ധനച്ചിലവുകളും വന്നു ചേരാനിടയുണ്ട്. കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലായാലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്കും അത്ര ഗുണകരമല്ല. ബന്ധുക്കളുമായും കുടുംബത്തുള്ളവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പലവിധ വിഷമങ്ങൾ ഉണ്ടാകാനും ചതിവ് പറ്റുന്നതിനും സാധ്യതയുണ്ട്. രോഗം നിമിത്തം അധിക ധനച്ചിലവുകൾ വന്നുപെടാം. ടെൻഷൻസ് അധികരിക്കാം. ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ശത്രുക്ലേശങ്ങൾ ഉണ്ടാകാം. എല്ലാ കാര്യത്തിലും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും അവയെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മനപ്രയാസങ്ങൾക്കും ഇടയാകും. ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. മുറിവുകളോ ചതവുകളോ വന്നുപെടാനിടയുണ്ട്. ശിവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതാണ്. കുംഭക്കൂർ, അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധനനേട്ടം, സർവകാര്യ വിജയം, ഭൂമി ലാഭം, നല്ല ആരോഗ്യം എന്നീ ഫലങ്ങൾ കാണുന്നതാണ്. ദൂരദേശ യാത്രകൾ ഉണ്ടാകാനും ചില കാര്യതടസ്സങ്ങൾ വന്നുപെടാനും ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. ഒരു ബന്ധുവിന്റെ വിയോഗവും ഉണ്ടായേക്കാം. ചിലവുകൾ അധികരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ദുഷ്ടസംസർഗങ്ങൾ വന്നുപെടാനും അവയിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം. കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും തൊഴിൽ മാറ്റം എന്നിവ ഉണ്ടാകും. ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ശരീരപീഡ, ബന്ധുവിയോഗം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സർപ്പപൂജ, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും കടുംപായസം സമർപ്പിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുക. മീനക്കൂർ, പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ രണ്ടാം പകുതിയായിരിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ധനനേട്ടം, സ്ഥാനമാന ലാഭം, അഭീഷ്ട കാര്യസിദ്ധി, പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും സാധ്യത കാണുന്നുണ്ട്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ഭൂമി നേട്ടം, സന്തോഷം, സർവകാര്യ വിജയം, ശത്രുനാശം, ഭയം മാറിക്കിട്ടാനും പലവിധത്തിലുള്ള സുഖങ്ങൾക്കും പ്രതാപം, പേരും പ്രശസ്തിയും അങ്ങനെയുള്ള നല്ല ഫലങ്ങൾ കാണാനാകുന്നതാണ്. മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനാകും. ആരോഗ്യ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും. ബന്ധുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും അതിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. നല്ല കാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. വീട് വിട്ട് മാറി താമസിക്കുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ധനം, സ്വർണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. ശത്രുഭയം ഉണ്ടാകാനും സ്ത്രീകളുമായിട്ട് കലഹങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദൂരദേശ യാത്രകൾ ഉണ്ടാകാനും അമിതമായ ധനച്ചിലവുകൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളുടെ നന്മയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമസ്വാമിക്ക് വെറ്റിലമാല, ആയില്യം പൂജ, ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചു മുന്നോട്ട് പോകേണ്ടതാണ്. ഓം നമഃശിവായ 108 നിത്യവും ജപിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ 2024 ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. മാസഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളാണ്. ഫലങ്ങൾ പൂർണ്ണമാകുന്നതിനായി നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ എൻ്റെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. മറുപടിക്കായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ